ശ്രീഹരേ നമ. നമസ്കാരം. അഗ്നിമഹാപുരാണം രാമായണ കഥയെ മുൻപ് വർണ്ണിച്ചു. ഇനി പറഞ്ഞു വരുന്നത് ഹരിവംശം. മഹാഭാരതത്തിൽ പ്രത്യേകമായി വിസ്തരിച്ചു പറഞ്ഞിട്ടുള്ള ഒന്നാണ്. അതിവിടെ ഒന്ന് ചുരുക്കി പറയുകയാണ്. ആ ഹരിവംശ വർണ്ണനമാണ് ചെയ്യുന്നത് ഈ അധ്യായത്തിൽ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നാഭികമനത്തിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവിൽ നിന്ന് അത്രി മഹർഷി, അത്രിയിൽ നിന്ന് അത്രി അനസൂയ ദമ്പതിമാരുടെ പുത്രരൂപത്തിൽ സോമൻ അഥവാ ചന്ദ്രൻ. ആ ചന്ദ്രനിൽ നിന്ന് പുരൂരവസ്, ചന്ദ്രപുത്രനായിട്ടുള്ള ബുധന്റെയും പുത്രനാണ് പുരൂരവസ്. പുരൂരവസിൽ നിന്ന് ആയുസ്, ആയുസ്സിൽ നിന്ന് നഹുഷൻ, നഹുഷനിൽ നിന്ന് യയാതി, യയാതിക്ക് പത്നിയായിട്ട് ദേവയാനയിൽ യദു, തുർവസു എന്ന രണ്ട് പുത്രന്മാർ. യയാതിക്ക് തന്നെ മറ്റൊരു പത്നിയായിട്ട് വൃഷപർവാവിന്റെ പുത്രി ശർമ്മിഷ്ഠ. ആ ശർമ്മിഷ്ഠയിൽ നിന്ന് ദ്രുഹ്യു, അനു, പൂരു. ഇതിൽ യദുവംശത്തിൽ വന്നിട്ടുള്ളവർ യാദവർ. ആ യദുവംശത്തിലാണ് ശ്രീകൃഷ്ണാവതാരം ഉണ്ടായിട്ടുള്ളത്. വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി ശ്രീകൃഷ്ണാവതാരത്തെ സ്വീകരിച്ചു. അത് യദുവംശത്തിലാണ്. യയാതിയുടെ ഈ 5 പുത്രന്മാരിൽ വരുന്ന രാജപരമ്പര, അതിനെയാണ് പൊതുവെ ചന്ദ്രവംശം, ചന്ദ്രവംശ രാജാക്കന്മാരായിട്ട് അറിയപ്പെടുക. അതിൽ പ്രശസ്തമായിട്ടുള്ളതാണ് ദേവയാനി പുത്രൻ യയാതി പുത്രനായിട്ടുള്ള യദുവിന്റെ വംശം, യാദവ വംശം. മറ്റൊന്ന് യയാതിയുടെ തന്നെ പത്നിയായിട്ടുള്ള ശർമ്മിഷ്ഠയിലുണ്ടായ പുത്രൻ പൂരു. ആ പൂരുവിന്റെ വംശം പൂരുവംശം. ഈ പൂരുവംശത്തിലാണ് ദുഷ്യന്തൻ പുത്രനായിട്ടുള്ള ഭരതൻ, ദുഷ്യന്തന്റെ പത്നി ശകുന്തള പുത്രനായിട്ടുള്ള ഭരതനൊക്കെ വർണ്ണിക്കുന്നത്. മധുരയിൽ വസുദേവ പത്നിയായിട്ടുള്ള ദേവകി, മറ്റൊരു പത്നിയാണ് രോഹിണി. അതിൽ ദേവകിയിൽ 7ാമത് ഗർഭം ധരിച്ചതായിട്ടുള്ള സംഘർഷണൻ, അനന്തൻ. ആ സംഘർഷണ ചൈതന്യത്തിനെ വസുദേവരുടെ തന്നെ പത്നിയായിട്ട് രോഹിണിയിലേക്ക് സന്നിവേശിപ്പിച്ചു. അങ്ങനെ കംസനിൽ നിന്ന് ആ ഗർഭശിശുവിനെ രക്ഷിച്ചു. അതുകൊണ്ടാണ് ആ പുത്രന്, ബലരാമന്, സംഘർഷണൻ എന്നുകൂടി പേര് വന്നത്. ദേവകിയുടെ 8ാമത്തെ പുത്രനാണ് ശ്രീകൃഷ്ണൻ. നഭോമാസത്തിലെ കൃഷ്ണാഷ്ടമിയിൽ, അഥവാ ചിങ്ങമാസം, ശ്രാവണമാസം എന്നൊക്കെ പറയും, ആ കൃഷ്ണാഷ്ടമിയിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന കൃഷ്ണാഷ്ടമിയിൽ അർദ്ധരാത്രിയിലാണ് ദേവകി വസുദേവന്മാർക്ക് ആ കാരാഗ്രഹത്തിൽ ആ ഭഗവാൻ ദർശനം നൽകിയത്. ദേവകി വസുദേവന്മാരുടെ സ്തുതിയെല്ലാം കേട്ട് ഒരു സാധാരണ ശിശുവിന്റെ രൂപത്തെ സ്വീകരിച്ച ഭഗവാൻ, ആ ഭഗവത് നിർദ്ദേശമനുസരിച്ചിട്ടാണ് വസുദേവർ ആ കുഞ്ഞിനെ നന്ദഗൃഹത്തിലെ യശോദയുടെ തൽപ്പത്തിലാക്കി. ആ യശോദാദേവിക്ക് ജനിച്ച പെൺകുഞ്ഞിനെ മടക്കിക്കൊണ്ടുവന്നു. കാരാഗൃഹത്തിലെത്തിയതും ആ പെൺകുഞ്ഞ് വിലപിക്കാൻ തുടങ്ങി. ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് കാവൽക്കാർ കംസനെ വിവരം ധരിപ്പിച്ചു. കംസൻ വന്ന് ആ കുട്ടിയെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭാവിക്കുന്നു. ദേവകി അപേക്ഷിച്ചുവെങ്കിലും അതൊന്നും കൂട്ടാക്കാതെയാണ് ആ പെൺകുഞ്ഞിനെ കൊല്ലാൻ എടുത്തുയർത്തിയത്. പെട്ടെന്ന് കംസന്റെ കയ്യിൽ നിന്നും ആകാശത്തിലേക്ക് ഉയർന്ന്
ദിവ്യരൂപത്തെ പ്രകടമാക്കിക്കൊണ്ട് ദേവി പറയുകയാണ്, നിന്റെ ശത്രു നിന്നെ നിഗ്രഹിക്കാനായി അവതരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആ ദേവിയുടെ, ആ മഹാമായയുടെ ആവിർഭാവത്തെ വർണ്ണിക്കുകയാണ് ഇവിടെ. ആര്യാ ദുർഗാ വേദഗർഭ അംബികാ ഭദ്രകാള്യപി ഭദ്രാക്ഷേമ്യാ ക്ഷേമകരീ നൈകബാഹുർനമാമി താം ത്രിസന്ധ്യം യ പഠേന്നാമ സർവാൻ കാമാനവാപ്നുയാൽ. അഗ്നിദേവൻ ഈ ഉപദേശം തുടരുന്ന സന്ദർഭത്തിൽ ദേവിയെ സ്തുതിച്ചുകൊണ്ട് പറയാണ്, ആ ദുർഗയെ, ജഗദംബികയെ, ഭദ്രകാളിയെ, ഭദ്രയെ ഞാൻ നമസ്കരിക്കുന്നു. ഈ ദേവിയുടെ നാമങ്ങൾ ത്രിസന്ധ്യകളിലും 3 സന്ധ്യകളിലും ജപിക്കുന്നവരുടെ ഏതൊരു ആഗ്രഹത്തെയും സാധിപ്പിക്കുന്നതാണ്. യോഗമായയുടെ വാക്കുകേട്ടിട്ടാണ് കംസൻ തന്റെ ശത്രു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് കണ്ടിട്ട് കുട്ടികളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തന്റെ സേവകന്മാരെ നിയോഗിക്കുകയാണ്. ഇവിടെ വസുദേവർ രോഹിണി പുത്രനെയും ദേവകീപുത്രനെയും നന്ദഗൃഹത്തിലാക്കി എന്ന് പറഞ്ഞു. ആ ബലരാമനും ശ്രീകൃഷ്ണനും ഗോപകുമാരന്മാരോടൊപ്പം ഗോകുലത്തിൽ വസിക്കുകയാണ് കുട്ടിക്കാലം മുഴുവനും. ഏതാനും ബാലലീലകളുടെ സന്ദർഭങ്ങൾ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ശ്രീമദ് ഭാഗവതത്തിലൊക്കെ ശ്രീകൃഷ്ണ ബാലലീലകളെ വിസ്തരിച്ച് നമുക്ക് പറഞ്ഞു കാണാം. കൃഷ്ണശോലൂഖലേ ബദ്ധോ ദാംനാ വ്യഗ്രയശോദയാ യമളാർജുന മധ്യേഹാത് ഭഗ്നൗ ചായമളാർജുനൗ. ഒരിക്കൽ യശോദാദേവി ശ്രീകൃഷ്ണനെ ഒരു ഉരലിൽ ബന്ധിച്ചു എന്നും ആ ഉരലും വലിച്ചുകൊണ്ട് 2 മരുത്ത് വൃക്ഷങ്ങൾക്കിടയിൽ കൂടി കടന്നു. ആ 2 വൃക്ഷങ്ങളും കടപുഴകി താഴെ വീഴുന്നു. അങ്ങനെ വൈശ്രവണപുത്രന്മാർക്ക് ശാപമോക്ഷത്തെ കൊടുത്തു. ശകടരൂപത്തിൽ വന്ന അസുരനെ നിഗ്രഹിച്ചു, പൂതനയെ നിഗ്രഹിച്ചു. കാളിന്തിയിൽ നിന്നും കാളിയനെയും കാളിയപത്നിമാരെയും രമണകദ്വീപിലേക്ക് അയച്ചു. ധേനുകാസുരനെ നിഗ്രഹിച്ച് താലവനത്തെ രക്ഷിച്ചു. അരിഷ്ടാസുരനെയും കേശിയെയും നിഗ്രഹിച്ചു. ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി ഇന്ദ്രന്റെ ദർപ്പത്തെ ശമിപ്പിച്ചു. ഇങ്ങനെയെല്ലാം ബാലലീലകളെ വളരെ ചുരുക്കി പറഞ്ഞിട്ടാണ് മധുരയിലേക്ക് യാത്രയായി എന്ന് സൂചിപ്പിച്ചത്. ഗോപസ്ത്രീകളാവട്ടെ ശ്രീകൃഷ്ണൻ മധുരയിലേക്ക് പോകുന്നു എന്ന് കേട്ട് വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് മധുരയിലെത്തി രജകനെ നിഗ്രഹിച്ചു. ഒരു മലാകാരനായിട്ടുള്ള സുധാമൻ അനുഗ്രഹം നൽകി. സൈരന്ധ്രയുടെ, കുബ്ജയുടെ, കൃഷ്ണനും രാമനും മറ്റു കൂട്ടുകാർക്കുമെല്ലാം ആവശ്യത്തിനധികം കുറിക്കൂട്ടുകളെ നൽകിയ കുബ്ജയുടെ ആ ശരീരത്തിന്റെ വക്രതയെല്ലാം മാറ്റി സുന്ദരിയാക്കി അനുഗ്രഹിച്ചു. കുവലയാപീഠമെന്ന മദയാനയെ നിഗ്രഹിച്ചുകൊണ്ട് കംസൻ തയ്യാറാക്കി നിർത്തിയതായ ആ മല്ല യുദ്ധക്കളത്തിൽ പ്രവേശിച്ച് ചാണൂരമുഷ്ടികന്മാരെയും മറ്റ് മല്ലന്മാരെയും ബലരാമനും ശ്രീകൃഷ്ണനും കൂടി നിഗ്രഹിക്കുകയും തുടർന്ന് കംസനെ നിഗ്രഹിച്ച്, മധുരാധിപതിയായിട്ടുള്ള കംസനെ നിഗ്രഹിച്ച്
ഉഗ്രസേനനെ ചക്രവർത്തിയാക്കി മധുരയുടെ ഭരണമേൽപ്പിച്ചു. പിന്നീടാണ് വസുദേവൻ തൻ്റെ പുത്രന്മാർക്ക് വിദ്യാഭ്യാസം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്ന് കണ്ട് സാന്ദീപനി ഗുരുകുലത്തിൽ കൊണ്ടുചെന്നാക്കി. ആ ഗുരുകുലത്തിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഗുരുദക്ഷിണയായി നഷ്ടപ്പെട്ടു പോയ ഗുരുവിന്റെ പുത്രനെ തിരികെ നൽകി. വീണ്ടും മധുരയിൽ എത്തിച്ചേരുകയാണ്. കംസനെ നിഗ്രഹിച്ചു. കംസപത്നിമാരായിട്ടുള്ള അസ്ഥിയും പ്രാപ്തിയും അവർ ജരാസന്ധ പുത്രിമാരാണ്. തൻ്റെ പുത്രിമാർക്ക് വൈധവ്യം വന്നു ചേർന്നത് അത് ശ്രീകൃഷ്ണൻ കാരണമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ജരാസന്ധൻ മധുരയെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അനേക പ്രാവശ്യം, ഏകദേശം 17 വട്ടം എന്നാണ് പറയുക, ശ്രീകൃഷ്ണനുമായി മധുരയുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ട ജരാസന്ധന് സൈന്യങ്ങളെല്ലാം നഷ്ടപ്പെടും. പരാജയപ്പെട്ട് ജരാസന്ധൻ മടങ്ങും. അങ്ങനെയായിരുന്നു. പിന്നീട് ഭഗവാൻ മധുര വിട്ട് ഗോമന്തത്തിലേക്ക് പോകുന്നു. ജരാസന്ധനെ നിഗ്രഹിക്കുന്നു. ഭീമസേനനാണ് ആ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്തോടുകൂടി ജരാസന്ധനെ നിഗ്രഹിക്കുകയും പൗണ്ഡ്രകനെ നിഗ്രഹിച്ചു. ദ്വാരകാപട്ടണം പുനർനിർമ്മിച്ച് മധുരാവാസികളെ, യാദവന്മാരെയെല്ലാം ആ ദ്വാരകയിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നു. പിന്നീട് ശ്രീകൃഷ്ണന്റെ പത്നിമാരെ കുറിച്ചിട്ട് പറയുകയാണ്. വിവാഹ കഥകളാണ്. രുക്മിണ്യാദി ദേവിമാരെ വിവാഹം ചെയ്തു. നരകാസുരന്റെ കാരാഗ്രഹത്തിൽ നിന്നും നരകാസുരനെ പരാജയപ്പെടുത്തി ആ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന രാജകന്യകാരെയെല്ലാം മോചിപ്പിച്ചു. അവരെയെല്ലാം ശ്രീകൃഷ്ണൻ തന്നെ വിവാഹം ചെയ്ത് സ്വീകരിച്ചു, പത്നിമാരായി സ്വീകരിച്ചു. അങ്ങനെ കൃഷ്ണകഥകളെ വളരെ ചുരുക്കി ഇവിടെ വർണ്ണിച്ചു വരികയാണ്. ഒരിക്കൽ ശ്രീകൃഷ്ണൻ തന്റെ പത്നിയായ സത്യഭാമയോടൊപ്പം ഇന്ദ്രലോകത്തിൽ, ദേവലോകത്തിൽ എത്തുകയും ദേവന്മാരെ പരാജയപ്പെടുത്തി പാരിജാത വൃക്ഷം അതിനെ ഭൂമിയിൽ കൊണ്ടുവന്ന് അതിനെ സത്യഭാമ നട്ടുവളർത്തിയെന്നാണ് പറയുക. മറ്റൊരിക്കൽ കാളയവണനെ അനുഗ്രഹിച്ചു. മുചുകുന്ദന്റെ സ്തുതിയെല്ലാം ഏറ്റുവാങ്ങി മുചുകുന്ദനെ അനുഗ്രഹിച്ചു. ഒപ്പം തന്നെ ബലരാമന്റെയും കഥകളെ വർണ്ണിക്കുന്നു. ബലഭദ്രന്റെ പത്നി, ബലരാമന്റെ പത്നി രേവതി. ബലരാമന് രേവതിയിൽ സന്തതികളില്ല എന്ന് ഒരു പരാമർശം കാണാം. എന്നാൽ ഇവിടെ നിഷിധൻ എന്നും ഉൽമുഖൻ എന്നും 2 പുത്രന്മാരുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ശ്രീകൃഷ്ണന്റെ പുത്രന്മാർ ജാമ്പവതിയിൽ സാമ്പൻ തുടങ്ങിയിട്ടുള്ളവർ, രുക്മിണിയിൽ പ്രദ്യുമ്നാദികൾ. ആ രുക്മിണീപുത്രനായിട്ടുള്ള പ്രദ്യുമ്നനെ ശംബരൻ എന്ന അസുരൻ, ഈ പ്രദ്യുമ്നൻ ചെറിയ കുട്ടിയായിരിക്കെ ദ്വാരകയിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോയി സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞു. ആ കുട്ടിയെ ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തിനെ പിടിക്കുന്ന മുക്കുവൻ അതിനെ യാദൃച്ഛികമായി ശംബരന്റെ തന്നെ കൊട്ടാരത്തിൽ എത്തിച്ചു. അവിടെ പാചകശാലയിൽ ഈ മത്സ്യത്തിനെ കീറുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ശിശുവിനെ, ജീവനോടുകൂടിയിട്ടുള്ള ശിശുവിനെ കണ്ട് ആ കുട്ടിയെ വളർത്തുവാനുമായി ശംബരാസുരന്റെ പാചകപ്പുരയിൽ സഹായത്തിനായിട്ട് നിൽക്കുന്ന മായാവതി എന്ന സ്ത്രീക്ക് കൊടുത്തു. ഈ മായാവതിയാവട്ടെ കാമദേവന്റെ പത്നിയായ രതിദേവിയാണ്. നാരദ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ആ രതി
തന്റെ ഭർത്താവ് കാമദേവൻ ആ ശ്രീപരമേശ്വരന്റെ നേത്രാഗ്നിയിൽ ഭസ്മമായി. അപ്പോൾ വീണ്ടും തനിക്ക് തന്റെ ഭർത്താവിനെ തിരികെ ലഭിക്കാൻ എന്താണ് വഴി എന്ന് ചോദിക്കുമ്പോഴാണ് ശ്രീനാരദൻ പറയുന്നു, നിനക്ക് ആ ഭഗവത് അനുഗ്രഹം കൊണ്ട് തന്നെ നിന്റെ ഭർത്താവിനെ തിരികെ കിട്ടും. ആ കാമൻ കൃഷ്ണപുത്രനായി വന്ന് ജനിക്കും. അങ്ങനെ ആ ഭർത്താവിനെ തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ശംബരാസുരന്റെ കൊട്ടാരത്തിൽ പാചകക്കാരിയായി വർത്തിക്കുന്ന മായാവതി എന്ന പേരിൽ വർത്തിക്കുന്ന രതിയുടെ കയ്യിലാണ് ഈ പ്രദ്യുമ്നനെ ഏൽപ്പിച്ചത്. അങ്ങനെ ആദരവോടുകൂടിയിട്ട് ആ രതി പ്രദ്യുമ്നനെ വളർത്തി യഥാകാലം വളരെ വേഗത്തിൽ യൗവനത്തെ പ്രാപിച്ച പ്രദ്യുമ്നനോട് പറയുകയാണ്, ഞാൻ അങ്ങയുടെ പത്നിയാണ്, അങ്ങന്റെ ഭർത്താവായിട്ടുള്ള കാമദേവനാണ്, ഞാൻ ശംബരാസുരന്റെ പത്നിയല്ല, അങ്ങയുടെ പത്നിയാണ്, അങ്ങയുടെ കഴിവുകൾ ഉപയോഗിച്ച് ശംബരാസുരനെ നിഗ്രഹിക്കും. അങ്ങനെയാണ് പ്രദ്യുമ്നൻ ശംബരാസുരനെ നിഗ്രഹിച്ച് തന്റെ പത്നിയോടൊപ്പം ശ്രീകൃഷ്ണന്റെ അടുത്ത് ദ്വാരകയിൽ മടങ്ങിയെത്തുന്നു. ഈ പ്രദ്യുമ്നന്റെ പുത്രനാണ് അനിരുദ്ധൻ. അനിരുദ്ധൻ ബലിയുടെ പുത്രനായ ബാണാസുരന്റെ പുത്രി ഉഷയെ വിവാഹം ചെയ്തു. വലിയ ശിവഭക്തനായിരുന്നു ബാണൻ. ശോണിതപുരത്തിൽ ആ ബാണാസുരൻ ശിവഭജനം ചെയ്ത് പാർവതീ പരമേശ്വരന്മാരുടെ അനുഗ്രഹം നേടിയിട്ടുള്ള ആളാണ്. ഒരിക്കൽ ഈ ബാണപുത്രിയായിട്ടുള്ള ഉഷയ്ക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്. താൻ സ്വപ്നത്തിൽ കാണുന്ന ഒരു രാജകുമാരൻ, അദ്ദേഹത്തിനെ ഇപ്പോൾ തനിക്ക് തന്റെ അടുത്ത് എത്തിക്കണം എന്ന് വാശി പിടിക്കുന്ന ഉഷ സഖിയായിട്ടുള്ള ചിത്രലേഖ അതാര് എന്ന് ആദ്യം അറിയാൻ ശ്രമിച്ചു. അന്നത്തെ പ്രസിദ്ധന്മാരായിട്ടുള്ള രാജകുമാരന്മാരുടെയൊക്കെ ചിത്രം ആലേഖനം ചെയ്ത് അത് കാണിച്ചു കൊടുത്തപ്പോഴാണ് അനിരുദ്ധനാണ് എന്നുള്ള സംഗതി ചിത്രലേഖയ്ക്ക് ബോധ്യമായി. ദ്വാരകയിൽ നിന്നും ചിത്രലേഖ തന്നെ തന്റെ യോഗശക്തി കൊണ്ട് അനിരുദ്ധനെ ഉഷയുടെ അന്തഃപുരത്തിലെത്തിക്കുകയാണ്. കാവൽക്കാരിൽ നിന്നും ബാണാസുരൻ ഇത് മനസ്സിലാക്കുകയാണ്. തന്റെ പുത്രിയുടെ ഒപ്പം ഒരു യുവാവ് തന്റെ അനുമതിയില്ലാതെ കടന്നുകൂടിയിരിക്കുന്നു അന്തഃപുരത്തിൽ. ബാണാസുരനും അനിരുദ്ധനുമായിട്ടുള്ള യുദ്ധം. അനിരുദ്ധനെ മായായുദ്ധത്തിൽ ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി ബാണാസുരൻ. ശ്രീനാരദനിൽ നിന്നും ഈ സംഗതിയെ അറിയുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ പ്രദ്യുമ്നനോടും ബലഭദ്രനോടും ഒക്കെ കൂടി വേഗം ഈ ബാണാസുരന്റെ അടുത്തേക്ക് എത്തുകയാണ്. ബാണാസുരന്റെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ ഈ ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ യാദവ സൈന്യങ്ങളും അഥവാ നാരായണ സൈന്യവും ആ ശ്രീപരമേശ്വരന്റെ ശിവ സൈന്യങ്ങളും തമ്മിലും അതിഘോരമായിട്ടുള്ള യുദ്ധം. ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ജൃംഭണാസ്ത്രം പ്രയോഗിച്ച് ശ്രീശങ്കരനെ നിശ്ചേഷ്ടനാക്കി. ബാണാസുരന്റെ കരങ്ങളെല്ലാം ഛേദിച്ചു. അപ്പോഴാണ് ശ്രീപരമേശ്വരൻ ആ ശ്രീകൃഷ്ണനോട് പറയുന്നത്, കൊല്ലരുത്. അങ്ങനെ ബാണാസുരനെ നിഗ്രഹിക്കാതെ അഹങ്കാരം ശമിപ്പിച്ച് വിട്ടയക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്നത്. അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് ശ്രീശങ്കരനോട്, നമുക്ക് തമ്മിൽ ഭേദമില്ലാത്തതുപോലെ ഭക്തന്മാർക്കിടയിലും ആ ഭേദബുദ്ധി ഉണ്ടാവരുത്.
ആരാണോ ആരാധിക്കുന്ന ദേവതകളിൽ ഭേദഭാവന വയ്ക്കുന്നത്, അല്ലെങ്കിൽ മത്സരബുദ്ധിയോടുകൂടി ഭിന്നിപ്പുണ്ടാക്കുന്നതാരാണോ, തീർച്ചയായിട്ടും അവർ നരകയാതന അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അവിടുന്ന് വടാസുരൻ ആ അനിരുദ്ധനെ മോചിപ്പിച്ചു. തൻ്റെ പുത്രിയോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാന്റെ മുൻപിൽ എത്തിച്ചു. ഉഷയോടും അനിരുദ്ധനോടും കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ മടങ്ങിയെത്തി. ആ അനിരുദ്ധന്റെ പുത്രനാണ് വജ്രൻ. ആ വജ്രൻ മാർക്കണ്ഡേയ മഹർഷിയിൽ നിന്നും അനേകം വിദ്യകളെ അഭ്യസിച്ചു. ഇത്തരത്തിൽ രുക്മിണ്യാദി പത്നിമാരോടും അനേകം പുത്രന്മാരോടും പൗത്ര പരമ്പരകളോടും കൂടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ വസിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രീകൃഷ്ണ ലീലകളെ ചുരുക്കി വർണ്ണിച്ച് ആ ഹരിയുടെ വംശവർണ്ണനം അത് വിസ്തരിച്ച് മഹാഭാരതത്തിൽ വർണ്ണിച്ചിട്ടുള്ളതാണ്. ഇവിടെ അഗ്നിപുരാണത്തിൽ സാന്ദർഭികമായി അത് വളരെ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. ഹരിവംശത്തെ കേൾക്കുക, അത് വായിക്കുക. അങ്ങനെ ചെയ്താൽ എല്ലാ ആഗ്രഹങ്ങളെയും സഫലമാക്കും ആ ഭഗവാൻ. അതേപോലെ അങ്ങനെ കേൾക്കുന്നവർക്ക്, ആ കഥ പാടുന്നവർക്ക് വിഷ്ണുലോകത്തെ പ്രാപിക്കാൻ കഴിയും എന്ന് ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് ഹരിവംശ വർണ്ണനത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. ശ്രീഹരേ നമഃ.